പുറത്തു വരാൻ പോകുന്നത്. അതായത് മിക്കവാറും എലിസബത്തിനെ അറസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ നാളെയോ മറ്റന്നോ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഗോതമ്പുണ്ട തീറ്റിക്കേണ്ട ഒരവസ്ഥയിലോട്ട് എത്തിക്കും. ഗോതമ്പുണ്ട ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. ചിക്കൻ ബിരിയാണി തിന്നുന്ന ഒരവസ്ഥയിലോട്ട് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ. മിക്കവാറും നാളെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നാളെ വൈകിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഉടനെ അറസ്റ്റ് ഉണ്ടാവും. അത്രയ്ക്കും കൊടും കുറ്റമാണ് എലിസബത്ത് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം. എലിസബത്ത് ഒരുപാട് ദിവസമായിട്ട് താൻ ബാലയിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള ഓരോ ദുരന്തങ്ങളും ദുരനുഭവങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. ബാലയെ കുറിച്ചിട്ട് എലിസബത്ത് എന്നും ഓരോന്ന് വന്നിട്ട് കാര്യങ്ങൾ നിരന്തരം പറയുന്നത് കൊണ്ട് തന്നെ എലിസബത്തിനെതിരെയും അമൃത സുരേഷിനെതിരെയും പോയിട്ട് ബാല കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് കൊടുത്തതിനെ തുടർന്ന് നാളെയോ മറ്റന്നോ മാക്സിമം അതിന്റെ അകത്ത് തന്നെ ഇവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനാണ് പോസിബിലിറ്റി കൂടുതൽ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വേറെ ഒന്നും അല്ലടേ, ഇവിടെ ഒരു സ്ത്രീ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയാണ് അവര് അനുഭവിച്ച കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചിട്ട് അവരത് ഷെയർ ചെയ്യുമ്പോൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരു നിയമമോ നീതിയോ ഒന്നും കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്ത് പട്ടിയെന്ന് പോലും ആരും ചോദിക്കുന്നുമില്ല. നമ്മളെ പോലെ കുറെ പേര് നമ്മളെ പോലെയുള്ള ജനങ്ങൾ മാത്രം അവരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ. അല്ലാണ്ട് ആരാണ് ഇവർക്ക് സപ്പോർട്ടായിട്ടുള്ള? ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആരും സഹായിക്കാനില്ലാതെ, ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ സ്വയം ജീവനൊടുക്കിയ കേസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലത്തെ ഒരു അവസ്ഥയിൽ എലിസബത്തിനെ കൊണ്ട് എത്തിക്കരുത്. നമ്മളാൽ കഴിയുന്ന മാക്സിമം സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. ചത്തതിന് ശേഷം പോയിട്ട് പൂവിട്ട് അല്ലെങ്കിൽ മണ്ണുവാരിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതിൽ അർത്ഥമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കേസ്. ഇവിടെ എലിസബത്തിന് പൂർണ്ണ പിന്തുണ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നൽകുന്നത് അല്ലെ. നമ്മളെ പോലെ ഒരുപാട് ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ് അവരിന്ന് ജീവിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ. അവർ വന്നിട്ട് ഈ ബാല എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങളും ഷെയർ ചെയ്ത സമയത്ത് അപ്പുറത്ത് വന്നിരുന്ന് കുക്കറി ഷോ നടത്തി ആക്ഷേപിച്ച് കളിയാക്കി ജസ്റ്റിസ് ഫോർ കോകില, ജസ്റ്റിസ് ഫോർ നമ്മളെ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പുച്ഛത്തോടെ പരിഹാസത്തോടെ ആട്ടിത്തുപ്പി കളഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കണമായിരുന്നു, നിങ്ങളുടെ അടുത്ത് നിന്നിട്ടും ഇത്രയും ദുരനുഭവം അനുഭവിച്ച ഒരു സ്ത്രീയാണ് അവരെന്ന്. ചോദിക്കാനും പറയാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന്. പകരം അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്ത് നല്ല ഒന്നാന്തര ഫ്രോഡ് പരിപാടിയാക്കി വളച്ചൊടിച്ച് എടുത്ത് വെക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എലിസബത്ത് മാനസിക രോഗിയാണ്, ഗുളിക കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് അടിച്ചിറക്കി അവരെ നാറ്റിച്ച് മാനസിക രോഗിയാക്കി ഒരു ഭ്രാന്തിയാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചു. എന്തൊക്കെ കുറ്റങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ബാല ചേട്ടാ, ന്യൂസ് കേട്ടോക്കാം. പങ്കാളി എലിസബത്തിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുകയാണ് നടൻ ബാല. സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് പരാതി. ബാലയുടെ ഭാര്യയും പരാതി നൽകിയിട്ടുണ്ട്. അതായത് ബാലയും ബാലയുടെ ഭാര്യയും കൂടി എലിസബത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? തുടർച്ചയായിട്ട് തന്നെ അപമാനിക്കുന്നു. ഇതാണ് കേസ്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു. ഈ മീഡിയക്കാരായാലും ബാല പോയിട്ട് ഒരു കേസ് കൊടുത്തപ്പോൾ ഇത് എടുത്തു വെച്ച് ചർച്ച ചെയ്യാനും ചർച്ചാ വിഷയമാക്കാനും എല്ലാവർക്കും കഴിയുന്നുണ്ടല്ലോ. പക്ഷെ എലിസബത്ത് അവിടെ പട്ടിയെ പോലെ കിടന്ന് കുറെ ദിവസം കൊണ്ട് കിടന്ന് ചിലക്കുന്നുണ്ട്. തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കാൻ ഒരു മീഡിയക്കാരും ഇല്ല. നമ്മളെ പോലത്തെ കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമുണ്ട്. എന്തൊരാരും ഏറ്റെടുക്കാത്ത? അവരൊരു സ്ത്രീയല്ലേ? അവർ പറയുന്നതിൽ സത്യമില്ലെന്നാണ് നിങ്ങളുടെ വിചാരം? കൊള്ളാം. അമൃതയും കൂടി വിളിച്ച് ചോദിച്ചു നോക്ക് എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളതെന്ന്. ആ സൈഡ് അമൃത കൊണ്ട് അങ്ങേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതുമല്ല അറിയാമോ? അന്ന് മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു കേസാണ്. കോടതിയെ വരെ കബളിപ്പിക്കാൻ നോക്കിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ഇവിടെ എലിസബത്ത് കടന്ന് കുറയ്ക്കുന്നത് ഒരു മീഡിയക്കാരും കാണുന്നില്ല. ബാല കൊണ്ട് കമ്മീഷണർ ഓഫീസിൽ കയറി കേസ് കൊടുത്ത് വച്ച് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ കേസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ഇങ്ങോട്ടൊരു കേസ് ഇട്ടിട്ട് ആദ്യം കയറി അടിക്കാനുള്ള വകുപ്പാണ് നോക്കിയിട്ടുള്ളത്. ഇനി എലിസബത്ത് ഇങ്ങനെ കയറി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കേസ് കൊടുക്കുക, കേസ് കൊടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ എലിസബത്ത് വക്കീലിനെയും കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെതായ രീതിയിൽ ആ കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നീതി ലഭിക്കും. നിങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി നമ്മളെ പോലെ ഒരുപാട് പേര് സംസാരിക്കും. ന്യായത്തിന്റെ പക്ഷത്ത് നിന്ന്, സത്യത്തിന്റെ പക്ഷത്ത് നിന്ന്. ബാലയുടെ ഈ ഒരു കേസ് കാരണം എലിസബത്തിന്റെ മിക്കവാറും നാളെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും എന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നെങ്കിൽ എന്റെ പൊന്നു ബാലചേട്ടൻ നടക്കത്തില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.